ഈ ഡോക്ടർ ശശി തരൂർ എങ്ങോട്ടാ, ആർക്കും പിടികൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അതോ തരൂരിന് തൻ്റെതായ ഒരു പോളിസി ഉണ്ട്, അതിലാണ് നിൽക്കുന്നത്, അങ്ങനെയാണോ? തരൂരിന്റെ പോക്ക് പലപ്പോഴും കോൺഗ്രസ്സുകാർക്ക് ഒരു പിടിയും കിട്ടാറില്ല. കോൺഗ്രസിൽ ഒരു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വരുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. അപ്പോഴാണ് സാക്ഷാൽ ഖാർഗെക്കെതിരെ തന്നെ മത്സരിക്കാനായിട്ട് തരൂർ മുന്നോട്ട് വന്നത്. വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു ഇദ്ദേഹത്തിന് 4-3-7 സീറ്റ് പോലും കിട്ടില്ല, വോട്ട് പോലും കിട്ടില്ല. അവസാനം അദ്ദേഹം പ്രചരണമായിട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് സംഗതി മാറി. പലയിടത്തും അദ്ദേഹത്തിന് യുവാക്കളും മറ്റു പല വനിതകളും ഒക്കെ അടക്കം കോൺഗ്രസിലെ നേതാക്കളും അണികളും ഒക്കെ അദ്ദേഹത്തിന് ചുറ്റും കൂടുന്നു. നേതാക്കളെക്കാൾ കൂടുതൽ കേരളത്തിലുള്ളവരാണ് എതിര് നിന്നത്. ആകെ എതിർത്തത് കേരളത്തിലുള്ളവരാണ്. അദ്ദേഹത്തിന് ഇവിടെ ഒരു നേരെ KPC ഓഫീസിൽ കയറാൻ പറ്റാത്ത വിധത്തിൽ ഇവിടെ കോൺഗ്രസ്സുകാര് വളഞ്ഞു നിന്നു. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം അദ്ദേഹത്തിന് വലിയ വരവേൽപ്പാണ് കൊടുത്തത്. പ്രത്യേകിച്ച് യുവാക്കളും വനിതാ പ്രവർത്തകരും ഒക്കെ വളരെ ഭംഗിയായിട്ട് അദ്ദേഹത്തിന് സ്വീകരണം കൊടുത്ത് ആനയിച്ചിരുത്തുകയും അദ്ദേഹം കൺസിഡറബിൾ ആയിട്ടുള്ള ഒരു വോട്ട് പിടിക്കുകയും ചെയ്തു. അപ്പൊ അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് മെരുക്കി ഈ വർക്കിംഗ് കമ്മിറ്റിയിൽ പിടിച്ചിട്ടത്. അവിടെ കിടന്നാൽ പിന്നെ വലിയ ശല്യം ചെയ്യില്ല, പ്രസിഡന്റായിട്ട് വേണ്ട, അവിടെ കമ്മിറ്റിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലെന്ന് വിചാരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഇവിടുത്തെ ഇലക്ഷൻ നടന്നത്. ഇലക്ഷനിൽ 16,000 ചില വോട്ടിന് അദ്ദേഹം കഷ്ടിച്ച് കടന്നുകൂടുകയാണ് ചെയ്തത്. അപ്പൊ അന്നേ അദ്ദേഹത്തിന് ഒരു കല്ലുകടിയുണ്ട്. അദ്ദേഹത്തിന് ഈ 4ാം ടേം ആണെങ്കിലും അദ്ദേഹത്തിന്റെ ആദ്യ ഇലക്ഷൻ മുതൽ ഈ കോൺഗ്രസ്സുകാർ കാലു വരുന്നുണ്ട്. തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന് 2009 ആദ്യം മുതലേ കാലു വരുന്നുണ്ട്. ഇത് അദ്ദേഹത്തിന് നല്ലപോലെ അറിയാം. പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു രക്ഷ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, യുവാക്കളും വനിതകളും പിന്നെ നിഷ്പക്ഷരുമായിട്ടുള്ള കുറെ ആൾക്കാർ ഇദ്ദേഹം പൗരൻ എന്നൊക്കെ പറഞ്ഞ് അക്കാഡമിക് ലെവല് ഇദ്ദേഹത്തിന്റെ ആ ഒരു പ്രഭാഷണ ചാതുരി, പിന്നെ ഒരു ഗ്ലാമർ. പണ്ടാര് പറഞ്ഞു ഒരു സ്ത്രീകൾ ആരാണ്ട് പറഞ്ഞത്, ശശി തരൂര് മുടി ഇങ്ങനെ ഒന്ന് ഇടുമ്പോ 5,000 വോട്ട്, ഇങ്ങനെ ഒന്ന് ഇടുമ്പോ 10,000 വോട്ട് എന്ന് പറഞ്ഞാൽ ആ സ്ത്രീകൾക്കും ഒക്കെ അദ്ദേഹത്തിന്റെ ആ ഒരു പേഴ്സണാലിറ്റിയിലും ഒക്കെ വലിയ ഒരു താല്പര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം കടന്നുകൂടി. ആദ്യത്തെ തവണ മുതൽ ഈ കഴിഞ്ഞ തവണ വരെ കടന്നുകൂടി. അദ്ദേഹത്തിന് കാല് വയറിൽ എല്ലാ തവണയും അദ്ദേഹത്തിന് നടന്നിട്ടുണ്ടെന്നുള്ളത് അദ്ദേഹത്തിന് നല്ലപോലെ അറിയാം. അത് കോൺഗ്രസിൽ നിന്ന് വേറെ ആരുമില്ല. പലരും CPM വരെ വോട്ട് കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്. പല പാർട്ടികളിൽ നിന്നും നിഷ്പക്ഷരായവരും പക്ഷമുള്ളവരും തരൂര് ജയിച്ചോട്ടെ, ചന്ദ്രശേഖർ ജയിക്കണ്ടെന്ന് പറഞ്ഞ് വരെ വോട്ട് കൊടുത്തവരുണ്ട്. പക്കാ രാഷ്ട്രീയക്കാര് CPMകാർ വരെ വോട്ട് കൊടുത്തത് എനിക്കറിയാം. പക്ഷെ കോൺഗ്രസ്സുകാർ ചിലര് കാലുവാരിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം 16,000 ഒതുങ്ങിയതെന്നാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഒരു വിശ്വാസം. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം നേരത്തെ അനൗൺസ് ചെയ്തു, ഞാൻ ഇനി പരിപാടി ഇനിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ നരേന്ദ്രമോദി ഒരു തുറുപ്പ് ചീട്ടിട്ട് കൊടുത്തു. രാജീവ് ചന്ദ്രശേഖരനെ അല്ല ഇദ്ദേഹത്തിന് തരൂരിന് എക്സ്റ്റേണൽ അഫയേഴ്സ് ചെയർമാനായിട്ട്. അത് ശരിക്കും പറഞ്ഞാൽ പ്രധാനമന്ത്രി അല്ല അത് നിയമിക്കുന്നത് ലോക്സഭാ സ്പീക്കറും രാജ്യസഭാ ചെയർമാനുമാണ്. ലോക്സഭയിൽ നിന്ന് 21 പേരാണ്, രാജ്യസഭയിൽ നിന്ന് 10 പേര്, അങ്ങനെ 33 പേരുടെ കമ്മിറ്റിയാണ്. ഇതെല്ലാം ഈ 33 പേരെ തിരഞ്ഞെടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ സ്പീക്കറും പിന്നെ ചെയർപേഴ്സണുമാണ്. അപ്പൊ ആ കമ്മിറ്റിയിൽ അദ്ദേഹത്തിനെ ചെയർമാനായിട്ട് അവരോധിച്ചു എന്നുള്ളത് നിസ്സാര കാര്യമല്ല. അത് BJPക്ക് വേണമെങ്കിൽ എടുക്കാവുന്ന ഒരു പോസ്റ്റാണ് അല്ലേ. അപ്പൊ അത് കോൺഗ്രസ്സുകാരനായ ഒരാളിന് ഇപ്പോ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ പ്രതിപക്ഷത്തിന് കൊടുത്തേ പറ്റൂന്ന് മസ്റ്റാണ്. അതിപ്പോ KC വേണുഗോപാൽ ഇരിക്കുകയാണ്, അദ്ദേഹത്തിന് കൊടുത്തേ പറ്റുള്ളൂ എന്നുള്ളത് ഉറപ്പാണ്. മറ്റു പല സ്ഥാനങ്ങളും അങ്ങനെയല്ല. അത് ഭരണകക്ഷിക്ക് പലതും അതിനകത്ത് കളിക്കാൻ പറ്റും. പക്ഷെ ഇദ്ദേഹത്തിന് അത് കൊടുത്തു എന്നുള്ളത് അതൊരു സൂചനയാണ്. അപ്പൊ ആ ഒരു സംഗതിയൊക്കെ ഇരിക്കവേ തന്നെയാണ് അദ്ദേഹം ചില പ്രസ്താവനകൾ ഇപ്പോൾ ഇറക്കിയത് കോൺഗ്രസ്സുകാർക്ക് ദഹിച്ചിട്ടില്ല. ഒന്ന്, രാഹുൽ ഗാന്ധി തന്നെ നരേന്ദ്രമോദി അമേരിക്കയിൽ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കവേ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് അദാനിയെ കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ സുഹൃത്താണെന്നൊക്കെ പറഞ്ഞ് വിമർശിച്ചുകൊണ്ടിരിക്കുക. അവിടെ ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം ഈ ചോദ്യത്തിന് ചില ക്ഷുഭിതനായിട്ട് പറഞ്ഞു. അത് തന്നെ കുക്ഡപ്പ് ചോദ്യമാണെന്നാണ് ചിലർ പറയുന്നത്. അതായത് ഇവിടുന്ന് ഫീഡ് ചെയ്ത് കൊടുത്തതാണ് ഇങ്ങനെ ഒരു ചോദ്യം കൂടി ഇട്ടേക്കാൻ. സാറിന് ഇതിൽ ഇന്റർനാഷണലി 2 ലീഡേഴ്സ് വന്ന് നിന്ന് ഇന്റർനാഷണൽ മാറ്റേഴ്സും ബൈലാറ്ററൽ മാറ്റേഴ്സും ഒക്കെ സംസാരിക്കുന്നിടത്ത് ഈ ചിന്ന ചോദ്യം ആരും ചോദിക്കാറില്ല. ആ ഒരു
ജേർണലിസത്തിന്റെ ഒരു പ്രത്യേകത അതാണ്. ആ നിലവാരത്തിനുള്ള അനുയോജ്യമായ ചോദ്യങ്ങളാണ്. അപ്പൊ അല്ലാത്തൊരു ചോദ്യം വന്നുകൊണ്ടാണ് നരേന്ദ്രമോദി ഇച്ചിരി റഫായിട്ട് തന്നെ അയാളെ ഹാൻഡിലിംഗ് ചെയ്തു. മറുപടി പറഞ്ഞു. ആ മറുപടിയിൽ അത്ര സന്തോഷം തോന്നിയ ഒരു മറുപടി അല്ലാന്ന് അദ്ദേഹം അയാളെ തോന്നിപ്പിക്കുകയും ചെയ്തു. അപ്പൊ ഇത് എന്തായാലും ഇവിടെ വലിയ വിവാദമായ ചർച്ചയാകുകയും ഇവിടുത്തെ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ മാധ്യമങ്ങൾ, വടക്കോട്ടൊന്നും വലിയ പ്രശ്നമില്ല, നമ്മുടെ കേരള മാധ്യമങ്ങളെല്ലാം ഇതെടുത്ത് അടിച്ച് പൊക്കി. നരേന്ദ്രമോദിയുടെ സുഹൃത്തിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം ക്ഷുഭിതനായി എന്നൊക്കെ പറഞ്ഞു. ആ സമയത്താണ് നമ്മുടെ രാഹുൽ ഗാന്ധി ഇതിനെ വിമർശിച്ചുകൊണ്ടും പ്രസ്താവന നടത്തിയത്. അദ്ദേഹം വിദേശത്ത് നമ്മുടെ രാജ്യത്തിന് വേണ്ടി പോയിരിക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു ഒളിയമ്പ് ഇവിടെ നെയ്തു. അത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പലരും, പ്രതിപക്ഷത്തുള്ളവർ, ഭരണപക്ഷത്തുള്ളവർ തന്നെ. ആ സമയത്താണ് ഈ വർക്കിംഗ് കമ്മിറ്റിയിലെ ഒരു അംഗം തന്നെ എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ പാർലമെന്ററി കമ്മിറ്റിയുടെ ചെയർമാൻ എന്നുള്ള ആ പദവിയുടെ സ്ഥാനം പിടിച്ചുകൊണ്ട് ശശി തരൂരെ അടിച്ചു. നരേന്ദ്രമോദി വലിയ ആളാണെന്ന് ട്രംപ് സമ്മതിച്ചിട്ടുള്ളത് വലിയ കാര്യമാണ്. പിന്നെ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പൊതുവെ നമുക്ക് ഗുണമുള്ളതായിരുന്നു എന്നുള്ള രീതിയിൽ ഒരു തട്ടി. അതാണ് കോൺഗ്രസ്സുകാർക്ക് കെ സി വേണുഗോപാൽ മുതൽ കെ മുരളീധരൻ, ഇന്ന് എം ഹസൻ വരെ അദ്ദേഹത്തിനെ വിമർശിച്ചു. ലീഗും അതിനകത്ത് കുഞ്ഞാലിക്കുട്ടി വിമർശിച്ചു. അപ്പൊ ഇന്ന് അദ്ദേഹത്തിന് ഒരു മറുപടി പറഞ്ഞത് ഞാനൊരു ഇൻഡിപെൻഡന്റ് ഒപ്പീനിയനാണ് പറഞ്ഞത്. അപ്പൊ ഹസൻ അതിന് പറയുകയും ചെയ്തു, നിങ്ങൾക്ക് ഇങ്ങനെ വ്യക്തിഗത അഭിപ്രായം പറയണമെങ്കിൽ നിങ്ങൾ വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്ന് രാജിവെച്ചിട്ട് വേണം അത് പറയാൻ. വേണമെങ്കിൽ അതും ആവാമെന്ന് അദ്ദേഹം തട്ടിയെന്നാണ് ഞാൻ അറിഞ്ഞത്. അത് പത്രവാർത്ത ഞാൻ നേരിട്ട് കണ്ടില്ല. അല്ല, അദ്ദേഹം വോട്ടർമാർ പറഞ്ഞത് ഞാൻ എഴുതിയത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ആർക്കും കഴിയുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. കാരണം ഞാൻ ഇംഗ്ലീഷിലാണ് എഴുതി വെച്ചിട്ടുള്ളത് എന്നും പറഞ്ഞു. അത് കോൺഗ്രസ്സുകാർക്ക് ഒരു അല്ല, അതിൽ ഭയങ്കര കൊട്ട. അതുപോലെ കേരളത്തിന് ഒരു കൊട്ട് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ വ്യവസായ സൗഹൃദം സംസ്ഥാനമാണ്, ഇവിടെ വ്യവസായങ്ങളെല്ലാം അഭിവൃദ്ധി പ്രാപിക്കുന്നു, ഇൻഫ്രാസ്ട്രക്ചർ പ്രത്യേകിച്ച് റോഡുകളൊക്കെ ഭയങ്കര പുരോഗതിയിലാണ് എന്നൊക്കെ പറഞ്ഞത് ഒരു തട്ടി. അതിപ്പോ ഈ മൊങ്ങാനിരുന്ന പട്ടിയുടെ തലേന്ന് പറഞ്ഞ പോലെ ഇവിടെ ചിലർ അത് ഏറ്റുപിടിച്ച് വലിയ ബഹളം ഉണ്ടാക്കുകയാണ്. പിന്നെ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഇതൊരു നല്ല ഗോളായിട്ടുണ്ട്. അവരതിനെ എടുത്ത് ആഭരണമായിട്ട് അണിഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ഇതാട്ടോ ശശി തരൂർ വരെ പറഞ്ഞു, വിശ്വഭവൻ വരെ പറഞ്ഞിരിക്കുന്നു, ഞങ്ങളിവിടെ വ്യവസായമൊക്കെ അങ്ങനെ പൂത്തുലയ്ക്കുകയാണ്. അപ്പൊ ഇത് കേട്ടപ്പം ഇന്നലെ വരെ ഇതിനെക്കുറിച്ചൊക്കെ പ്രതിപക്ഷം എറുത്തുകൊണ്ടിരുന്ന വി ഡി സതീശനും അനുയായികൾക്കും എം ഹസനും ഒക്കെ, അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടിക്ക് ഇലക്ഷൻ വരാനിരിക്കുന്ന സമയത്ത് ഇതാണ് പറയേണ്ടതെന്ന് കുഞ്ഞാലിക്കുട്ടി വരെ ചോദിക്കേണ്ട ആവശ്യമുണ്ടായി. കാരണം അവരൊരു സംഗതി ബിൽഡപ്പ് ചെയ്തുകൊണ്ട് വരികയാണ്. ഈ സർക്കാരിന്റെ മൊത്തത്തിലുള്ള കുഴപ്പങ്ങളും കുഴപ്പമാണെന്നും ഇവിടെ ഒന്നും നടക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരികയാണ്. ഇവിടെ നടക്കുന്നത് സ്വജനപക്ഷപാതം മാത്രമാണ്, ഇഷ്ടക്കാരെ തിരികലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുമ്പോഴാണ് ഇവിടെ നമ്മുടെ തന്നെ വർക്കിംഗ് കമ്മിറ്റിയിലെ, അതായത് പ്രസിഡന്റ് ആവേണ്ട ആളാണ്, രണ്ടാമത് സ്ഥാനം കൊടുക്കേണ്ടതാണ്, വൈസ് പ്രസിഡന്റ് വരെ കൊടുക്കേണ്ട ഒരാളാണ്, പ്രസിഡന്റ് അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റെങ്കിലും കൊടുക്കേണ്ടതാണ്, അത്രയ്ക്ക് ഉന്നതമായ സ്ഥാനത്ത് മത്സരിച്ച് നിന്ന ആളല്ലേ. അപ്പൊ അദ്ദേഹം തന്നെ തട്ടുകയാണ്, ഇവര് വലിയ കൊള്ളാം, കേന്ദ്രത്തിലെ നരേന്ദ്രമോദി കൊള്ളാം എന്നൊക്കെ തട്ടിയപ്പോൾ വലിയതായിട്ട് ഇവിടെ എല്ലാവർക്കും കൊണ്ടു. അപ്പൊ ഇതിൽ നിന്ന് രാഷ്ട്രീയ നിരീക്ഷകർ നോക്കുന്നത് തരൂർ ഇനി എങ്ങോട്ട്, അവിടെയാണ്. അങ്ങനെ തോന്നുന്നുണ്ടോ ഏതെങ്കിലും വഴിയിലേക്ക് തരൂർ അങ്ങനെ പോകും എന്ന്? അങ്ങനെയാണ് ചിലർ പറഞ്ഞു CPM-ലേക്കാണ്, BJP-യിലേക്കാണ് എന്ന് പറഞ്ഞു. കേരളത്തിലെ പുകഴ്ത്തിയപ്പോൾ CPM-ലേക്കാണ്. ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇനി റിട്ടയർമെന്റ് ആണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ ഇനി യുവാക്കൾക്ക് വഴിമാറി കൊടുക്കും, 4 ടേമായി ഇനി വഴിമാറി കൊടുക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ അതോടൊപ്പം അദ്ദേഹം വേറൊരു കാര്യം കൂടെ പറഞ്ഞു, സംസ്ഥാനത്തേക്ക് ഒറ്റ വിളിച്ചാൽ ഞാൻ ചിലപ്പം വരും വന്നൊന്നും ഇരിക്കും, വേറൊന്നുമല്ല മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്. അപ്പം ഉടുപ്പ് ഊരിയെന്നും പറയുന്നുണ്ട്, എന്നാ ഊരിയിട്ടുമില്ല. അങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്ന ആര് കോൺഗ്രസിൽ നിന്ന് അംഗീകരിക്കും? അല്ല, അത് ഒരിടയ്ക്ക് മുസ്ലിം ലീഗ് പാണക്കാടെന്നൊരു പെരുന്നയിൽ പച്ചക്കൊടി ഉണ്ടായിരുന്നു. പെരുന്നയിൽ ഡൽഹി നായരെന്നുള്ള ആ വിശേഷണം മാറ്റി കളഞ്ഞ് ഇപ്പം നമ്മുടെ തനി തറവാട്ട് നായരാണെന്ന് പറഞ്ഞ് അവിടെയും നിർത്തിയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ശശി തരൂരിന് അന്നൊരു സ്കോപ്പ് ഉണ്ടായിരുന്നു ഈ ഇലക്ഷന് മുമ്പായിട്ട്, ഈ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിന് മുമ്പ്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പലതും സീനുകളൊക്കെ മാറിപ്പോയി. ഇവിടുത്തെ ചില പത്രങ്ങളും ശശി തരൂർ മുഖ്യമന്ത്രിയായ കൊള്ളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നെങ്കിലും ഇപ്പോൾ അദ്ദേഹം പിക്ചറിലില്ല. അപ്പോ അവിടെ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇനി BJP-യിലേക്ക് എന്തെങ്കിലും ഒരു സ്ഥാനം വന്നാലോ. BJP-ക്ക് ഒരുപാട് സ്കോപ്പുണ്ട്, BJP-യുടെ രീതി അങ്ങനെയാണ്. പിന്നെ പലരും പറയുന്നത് ഈ നരേന്ദ്രമോദി ഒരു കണ്ണിട്ടാൽ
അത് ആ വലയിൽ പിന്നെ ഊരാൻ കുറച്ച് പാടാണ്. അങ്ങനെ ഊരി ഒരാളെ ഉള്ളൂ, അത് നമ്മുടെ പ്രേമേന്ദ്രൻ. ഞാൻ പറയാൻ പറ്റില്ലായിരുന്നു അത്. പക്ഷേ ഊരി എന്ന് പറയാനും പറയാൻ ഇപ്പോഴും പറ്റില്ല. മോദി പ്രേമേന്ദ്രൻ തലോടിയും തഴുകിയൊക്കെ നിൽക്കുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാല് ഇവർക്കൊക്കെ തന്നെ അവരുടെ കുറച്ചുകൂടെ കഴിവുകളൊക്കെ പ്രകടിപ്പിക്കാൻ അല്ല, അവിടെ ഈ ന്യായമായ കാര്യങ്ങൾ പറഞ്ഞാൽ പലതും അവിടെ നടക്കും. അതാണ് നമ്മുടെ പല പൊളിറ്റീഷ്യൻസ് മനസ്സിലാകാത്തത്. കേരളത്തിലെ പൊളിറ്റീഷ്യൻസ് പലരും പ്രത്യേകിച്ച് ഇടതുപക്ഷക്കാർ മനസ്സിലാക്കാത്ത ഒരു കാര്യമാണ്. വളരെ ഫ്രാങ്ക് ആയിട്ട് കാര്യം പറഞ്ഞാൽ, അതാണ് നമ്മുടെ കേന്ദ്രമന്ത്രി ശ്രീ കുര്യൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഗതിയില്ല എന്ന് പറ. അതെ, ഗതി ഉണ്ടെന്ന് പറയാം, പിന്നെ ഗതി കേട്ടതിന്റെ പൈസ തരണം എന്ന് പറഞ്ഞാൽ അങ്ങനെയാന്ന് ചോദിച്ചില്ലേ. നമ്മളിവിടെ അധോഗതിയിലാണെന്ന് പറഞ്ഞാൽ അധോഗതിക്കുള്ള പൈസ തരും. ഞങ്ങളിവിടെ എല്ലാത്തിലും മേച്ചു നിൽക്കുകയാണ്. വിദ്യാഭ്യാസം, വ്യവസായം, ആരോഗ്യം, സാമൂഹികം, സാമ്പത്തികം എല്ലാത്തിലും ഞങ്ങൾ മേച്ചതാണെന്ന് പറയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് പൈസ തരും എന്നൊരു ചോദ്യവും വരും എന്ന് മന്ത്രി ശ്രീ കുര്യൻ പറഞ്ഞ പോലെയാണ്. അവിടെ ഈ നമ്മൾ വെക്കുന്ന പേപ്പർ എങ്ങനെ ഇരിക്കും എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് ഡൽഹിയിലെ ഒരു പ്രത്യേകതയാണ്. ഞാൻ ഈ കേന്ദ്ര സർക്കാരിന്റെ പല കാര്യങ്ങളുമായിട്ട് ഇടപെട്ടിട്ടുണ്ട്, എനിക്കത് നല്ലപോലെ അറിയാം. അവിടെ വെക്കുന്ന പ്രോജക്റ്റ്, നമ്മൾ ഏത് പ്രോജക്റ്റാണ് വെക്കുന്നത്, അവിടെ ഒരു സ്കീമുണ്ട്. ആ സ്കീമിന് അനുയോജ്യമായ പ്രോജക്റ്റ് ഉണ്ട് വെച്ചാൽ എടുക്കുള്ളൂ, അല്ലെങ്കിൽ അപ്പോഴേ തള്ളും. ഫ്രം ദ ഈ ഫസ്റ്റ് ലെവൽ വെരിഫിക്കേഷൻ ഉണ്ടല്ലോ, അപ്പൊ തന്നെ തള്ളിക്കളയും. ദർ ഇസ് നോ സ്കീം ലൈക്ക് ദിസ് എന്ന് പറഞ്ഞ് തള്ളിക്കളയും. ഇവിടുന്ന് സ്ഥിരം ഒരു പദവി ഉണ്ടായിരുന്നു, ഈ കേരളത്തിലെ ഞങ്ങളുടെ ടൂറിസ്റ്റ് കേന്ദ്രത്തെ കേന്ദ്ര ടൂറിസ്റ്റ് കേന്ദ്രമായി പ്രഖ്യാപിക്കണം. അങ്ങനെ ഒരു പരിപാടി ഇല്ല. എന്നാലും കഴിഞ്ഞ ഒരു 10-30 വർഷമായിട്ട് ഇവിടുത്തെ MLA-മാരെല്ലാം ടൂറിസത്തിൽ ഇരുന്നോണ്ട് എനിക്ക് നല്ലപോലെ അറിയാം. എല്ലാ MLA ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിട്ടുണ്ട്, പാർലമെന്റ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം സ്ഥിരം ചോദിക്കും. അപ്പൊ നമ്മൾ സ്ഥിരം പറയാം, അങ്ങനെ ഒരു കേന്ദ്രത്തിൽ ഇങ്ങനെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി പ്രഖ്യാപിക്കുന്ന ഒരു പരിപാടി കേന്ദ്ര ഗവൺമെന്റ് ഇല്ല എന്ന് പറഞ്ഞ് മറുപടി ഉള്ളൂ. അടുത്ത സെഷൻ വരുമ്പോഴും വേറെ ഏതെങ്കിലും ഒരു മന്ത്രി ഞങ്ങളുടെ അവിടുത്തെ തോട്ടുംകര കേന്ദ്ര ടൂറിസ്റ്റ് കേന്ദ്രമായി പ്രഖ്യാപിക്കാമോ എന്നും പറഞ്ഞ് അതിന് സമ്മർദ്ദം ചെലുത്താമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചില ചോദ്യങ്ങൾ നമ്മുടെ കേരളത്തിലെ ടൂറിസം മന്ത്രി എടുത്തോ മുഖ്യമന്ത്രി എടുത്തൊക്കെ ചോദിക്കും. അപ്പോഴും നമ്മൾ മറുപടി കൊടുക്കും, ഇങ്ങനെ ഒരു പരിപാടി ഇല്ല, കേന്ദ്രം ആ ഒരു സ്ഥലവും ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് ദേശീയ തീർത്ഥാടന കേന്ദ്രമാക്കാൻ തന്നെ പലവട്ടം ആവശ്യപ്പെടുന്നുണ്ട്. എന്നിട്ടും അങ്ങനെയൊന്നും ഇല്ലെന്നാണ്. നമ്മൾ ആ സ്കീം എന്താണെന്ന് പഠിക്കണ്ടേ. ഇപ്പൊ നമ്മള് വയനാടിനെ കുറിച്ചും പറയുന്ന ഇതാണ്. വയനാട് ദേശീയ ദുരന്തം പറഞ്ഞാൽ അത് ആ സ്കീം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആരാ? മൻമോഹൻ സിംഗാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആ സ്കീമിനകത്ത് എന്ത് പറഞ്ഞിട്ടുണ്ടോ അതേ ചെയ്യാൻ പറ്റുള്ളൂ. സ്കീമിനകത്തുള്ളതേ നമ്മൾ പറയാവൂ. സ്കീമിനകത്തില്ല പ്രഥമ ദൃഷ്ടി അവിടുത്തെ ക്ലർക്ക് തന്നെ തട്ടിക്കളയുന്നേ, വേറെ മുകളിലോട്ടൊന്നും പോകണ്ട. ഫസ്റ്റ് പ്രൈമ ബേസിയാ തന്നെ അവിടെ സെക്ഷൻ ഓഫീസർ ലെവലിൽ തന്നെ ഇത് മുകളിലോട്ട് പോകില്ല, അവിടെ വെച്ച് തന്നെ അവർ ക്ലോസ് ചെയ്യും. അവർക്ക് അതിനുള്ള റൈറ്റ് ഉണ്ട്. അവിടെ ആവശ്യമില്ലാത്ത ഫയലൊന്നും മുകളിലോട്ട് വിടില്ല. കാരണം അവിടെ എങ്കിൽ അവർ കേന്ദ്ര ഗവൺമെന്റിൽ ഇരിക്കുന്നില്ലേ, അവിടെ ജോയിന്റ് സെക്രട്ടറി മുതൽ ഇവിടുത്തെ ചീഫ് സെക്രട്ടറിയുടെ റാങ്കാ, അവിടെ ജോയിന്റ് സെക്രട്ടറി മുതൽ ഇങ്ങോട്ട് ഇവിടുത്തെ സെക്രട്ടറിയുടെ റാങ്കാ. മുകളിലോട്ട് ചെല്ലുന്തോറും ചീഫ് സെക്രട്ടറി, അഡീഷണൽ ചീഫ് സെക്രട്ടറി, ആ റാങ്കിലൊക്കെയാണ് ആളുകൾ ഇരിക്കുന്നത്. അപ്പൊ അവർക്കൊന്നും ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ട് അപ്പൊ അത് സെക്ഷൻ ഓഫീസർ ലെവൽ, അണ്ടർ സെക്രട്ടറി ലെവലിലൊക്കെ മിക്കതും അങ്ങ് തട്ടിക്കളയും, മുകളിലോട്ട് പിന്നെ പോകില്ല. ഇത് നമ്മുടെ പലർക്കും അറിഞ്ഞൂടാ, അതാണ് കുഴപ്പം. ഇപ്പൊ നമ്മളവിടെ ഒരു ക്യാബിനറ്റ് റാങ്കുള്ള ഒരാളെ അവിടെ വെച്ചിട്ട് കാര്യമൊന്നുമില്ല. നല്ല മിടുക്കനായിട്ട് ഈ സെക്ഷനിൽ പോയി നയതന്ത്രം ചെയ്യാൻ. ടൂറിസത്തിൽ അങ്ങനെ ഒരുപാട് ഫണ്ട് വന്നിരുന്നു ഞങ്ങൾക്ക്. ടൂറിസത്തിന്റെ ഫണ്ട് ഇഷ്ടം പോലെ വരുമായിരുന്നു. എന്താ കാര്യം അറിയാം, ഞങ്ങൾ അവിടെ ഒരു ഉദ്യോഗസ്ഥനെ വെച്ചിട്ടുണ്ട്. ഒരു ആദ്യം അയാൾ ഇൻഫർമേഷൻ ഓഫീസർ ആയിരുന്നു, പിന്നെ അയാൾ ഡെപ്യൂട്ടി ഡയറക്ടറായി. ഡെപ്യൂട്ടി ഡയറക്ടർ ആയിരിക്കുന്ന അയാൾ വഴി ഞങ്ങൾ കോടികളിലൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ഇയാൾ അവിടെ പോയി സെക്ഷനിലൊക്കെ തപ്പി സാറേ ഇന്ന പ്രോജക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ അവിടുന്ന് ഒരു പ്രപ്പോസൽ ഇങ്ങോട്ട് അയക്കും. അപ്പൊ ഇതിന് പറ്റിയ സാധനം നമ്മൾ ഇവിടുന്ന് ഉണ്ടാക്കി അങ്ങോട്ട് അയക്കും. അപ്പൊ അതിൽ ഫിറ്റ് ആവുമ്പോൾ അവരപ്പം തന്നെ പൈസ തരും. പിന്നെ അവിടെ സെഷൻ ക്ലാർക്കിനെയോ സൂപ്രണ്ടിനെയോ കണ്ട് ഇതൊന്ന് വേഗത്തിലാക്കാനൊക്കെ എന്തെങ്കിലും കാജുവോ ഒക്കെ ചിലപ്പോൾ കൊടുത്തിരിക്കും. അതിൽ കഴിഞ്ഞ് വേറെ ഒരു സാധനം വേണ്ട, കാര്യം നടക്കും. അപ്പൊ നമുക്ക് ശശി തരൂരിന്റെ കാര്യത്തിൽ പറഞ്ഞു വന്നപ്പോഴാണ് നമ്മൾ ഇത്രയും പറഞ്ഞത്. അപ്പൊ ശശി തരൂരിന്റെ ഒരു നീക്കം എങ്ങനെയാകും എന്നുള്ളത് കേന്ദ്രത്തിൽ വളരെ ആകാംക്ഷ ഉണ്ടാക്കുന്നുണ്ട്, സംസ്ഥാനത്തിൽ അതിനേക്കാൾ ആകാംക്ഷ ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും ശശി തരൂര് തെറ്റിപ്പിരിഞ്ഞാൽ കോൺഗ്രസിന് വലിയ ദോഷമൊന്നുമില്ല, ഇവിടെ എല്ലാവർക്കും സന്തോഷമായിരിക്കും. പക്ഷെ BJPക്ക് അതൊരു നേട്ടമാകും. ശശി തരൂരിനെ പോലെ ഒരാൾ ഇവിടെ വന്ന് BJPക്ക് അനുകൂലമായിട്ടൊക്കെ ഡയലോഗ് അടിച്ചാൽ അത് ഇവിടുത്തെ പത്രമാധ്യമങ്ങളൊക്കെ വെണ്ടയ്ക്കയിൽ എഴുതും, അത് ശ്രദ്ധിക്കപ്പെടും. അത് BJPക്ക് നല്ലപോലെ അറിയാം, നരേന്ദ്രമോദിക്ക് നല്ലപോലെ അറിയാം. ഇതുപോലെ ഒരുത്തനെ നമുക്ക് കിട്ടിയാൽ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി മുതലാക്കാം, പല കാര്യങ്ങൾക്കും നമുക്കിത് ഉപയോഗിക്കാമെന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം. അത് നേട്ടമാകും. അപ്പൊ ഇത് നേട്ടമോ കോട്ടമോ എന്ന് ചിന്തിക്കേണ്ടത് കോൺഗ്രസ്സുകാരാണ്.
അദ്ദേഹം സ്വയം പറഞ്ഞ പോലെ കാലുമാറ്റം ചെയ്ത് പോകുന്ന ഒരു രീതി അദ്ദേഹത്തിനില്ല. ഈ നമ്മുടെ മൂന്നാംകട, അദ്ദേഹം ഒരു വിശ്വപൗരനാണല്ലോ, മൂന്നാംകട രാഷ്ട്രീയക്കാരുടെ കൂട്ട് കാലുമാറി ചിലവ് പെട്ടെന്ന് പോയെന്നിരിക്കില്ല, പക്ഷെ തള്ളിയിട്ടാൽ ചിലവ് പോയെന്നിരിക്കും. അത് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ഉന്തും തള്ളും കൊടുത്താലേ അപ്പുറത്തോട്ട് ഞാൻ മറിഞ്ഞു വീണതാ എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് നിൽക്കാനും വഴി. എല്ലാവരുടെയും നിലനിൽപ്പാണല്ലോ അവരുടെയും പ്രശ്നം, രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.